രുചികരമായ കേരള സ്റ്റൈൽ അയലക്കറി വെക്കാൻ എന്ത് എളുപ്പമാണെന്നോ. നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. അതിനായിട്ട് ചെറിയൊരു കടായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൺചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ ശരിക്കുള്ള ടേസ്റ്റ്. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകും പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉലുവയും ഇടുക. അതിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞിട്ടത് നമുക്ക് അതിനകത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാവേ. അതിനുശേഷം ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് ഒരു 10 ചെറിയുള്ളി പൊളിച്ചതും അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു സവോളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും കുറച്ച് കളർ കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിതിനകത്ത് 3 സ്പൂണ് മുളക് പൊടിയും പിന്നെ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയുമാണ് ഇട്ടത്. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നിട്ട് ഇളക്കി കൊടുക്കാം. അധികം കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമ്മുടെ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ചാറ് കൂടുതൽ വേണ്ടിയവരാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നീട്ടിയെടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് വൃത്തിയാക്കിയ 3 അയല ഞാൻ എടുത്തിരിക്കുന്നത് അതങ്ങോട്ട് ഇടുകയാണ്. അയല കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി അയലക്കറി കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ വൈകിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെയൊക്കെ ആണെങ്കിൽ പുളിയൊക്കെ പേടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്താണേലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വെറും സിമ്പിളാണ് അയലക്കറി. നമ്മൾ അയലക്കറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പണിയുണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മീൻ വറക്കുന്നതിൻ്റെ ആ ഒരു കുറച്ചൊരു സവോളയും ഇഞ്ചിയും ഇതും ഒക്കെ അരിയണമെന്നൊരു ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ. നമുക്ക് രുചികരമായ അയലക്കറി നമുക്ക് കപ്പയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാമെന്നുള്ളതാണ്. നോക്കിക്ക് എന്താ ടേസ്റ്റ് അല്ലേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.